എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം എത്തിച്ചേരുന്നു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വളരെ ആശ്വാസകരമായ വാർത്തയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. 1600 രൂപ വീതമാണ് ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായി സർക്കാർ വിതരണം ചെയ്യുന്നത്. ഇത് തന്നെ കാലങ്ങളായി മുടങ്ങുകയും കുടിശ്ശികയായി കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഒരു മുടക്കവും കൂടാതെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3000 രൂപയാണ് മാസം തോറും എത്തിച്ചേരുക. വിവിധ സ്കീമുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പെൻഷൻ മാസങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന സംവിധാനം ഇനി മാറുന്നു. ഇനി മുതൽ എല്ലാവർക്കും കൃത്യമായി പെൻഷൻ ലഭിക്കും. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും പെൻഷൻ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വൻ പദ്ധതി വരുന്നു. പെൻഷൻ എന്നത് ഒരു പൗരന്റെ അവകാശമാണ്. വലിയ മുദ്രാവാക്യം മോദി സർക്കാർ അംഗീകരിക്കുന്നു എന്നതിന്റെ വലിയ സൂചനകളാണിത്. കേരളത്തിൽ വൺ ഇന്ത്യ വൻ പെൻഷൻ ആശയക്കാർ ഉന്നയിക്കുന്നത് എല്ലാവർക്കും പെൻഷൻ വേണം എന്നുള്ളതാണ്. രാജ്യത്ത് അസംഘടിതരായ പൗരന്മാർക്ക് ഇതുവരെ പെൻഷൻ ഇല്ലായിരുന്നു. ഇത് നരേന്ദ്രമോദി സർക്കാർ പരിഹരിക്കുകയാണ്. അസംഘടിത മേഖലകൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയിൽ സർക്കാർ പ്രവർത്തിക്കുകയാണെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിലവിൽ അസംഘടിത മേഖലകളിലുള്ളവർക്ക്, നിർമ്മാണ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് സർക്കാർ നടത്തുന്ന വൻകിട സാമ്പത്തിക പദ്ധതികളിലേക്ക് പ്രവേശനമില്ല. ശമ്പളമുള്ള ജീവനക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും മാത്രമാണ് സർക്കാരിന്റെ പദ്ധതി. ഇനി ഇത് മാറുമെന്നുള്ളതാണ് സൂചന. എല്ലാ ജനങ്ങൾക്കുമായി പെൻഷൻ പദ്ധതി തുറക്കാനാണ് ആലോചന. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതി ഇതിൽ നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഇതോടെ കാര്യക്ഷമമാകുമെന്നും കൂടുതൽ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തുമെന്നുള്ളതുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. EPFOവിന്റെ കീഴിൽ തന്നെ പുതിയ പദ്ധതി ആരംഭിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. 60 കഴിഞ്ഞവർക്ക് 10000 രൂപ വരെ പെൻഷൻ നൽകണമെന്നാണ് വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ആവശ്യം. ഒരു സമഗ്ര സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി ആവശ്യമാണ്. US, യൂറോപ്പ്, കാനഡ, റഷ്യ, ചൈന എന്നീ നിരവധി രാജ്യങ്ങളിൽ പെൻഷനുകളിൽ ആരോഗ്യ, തൊഴിലില്ലായ്മ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹിക ഇൻഷുറൻസ് സംവിധാനമുണ്ട്. ഇത് വിപരീതമായി ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷ പ്രധാനമായി ഫെഡറൽ ഫണ്ട് സംവിധാനം, വാർദ്ധക്യ പെൻഷനുകൾ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് പ്രധാനമായും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രദാനം ചെയ്യും. വൺ ഇന്ത്യ വൻ പെൻഷൻ നടപ്പാക്കുന്നതിനോട് നിരവധി ആളുകളാണ് യോജിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രഖ്യാപനം ഉടൻ പുറത്തു വരും. വരും ദിവസങ്ങളിൽ പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ